നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ജനറേഷനാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഡേറ്റയാണ്. അപ്പോൾ ഡേറ്റയെ കൺസിഡർ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ജോബ് റോൾസ് ഉണ്ട്, ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയൻസും. പക്ഷെ പലരും കരുതുന്നത് ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയൻസും ഒരേ ജോബ് റോളെന്നാണ്. പലർക്കും അതിന് വ്യത്യാസം എന്താണെന്ന് അറിയത്തില്ല. കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കരിയറാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്തിനെയും കരിയർ ട്രജക്ടറിയൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഡേറ്റ അനലിസ്റ്റിന് നമുക്ക് ഹിസ്റ്റോറിയൻസ് ഓഫ് ഡേറ്റ എന്ന് പറയാം. അതായത് പാസ്റ്റിലെ ഡേറ്റ വെച്ചിട്ട് അവർ അതിന്റെ അനാലിസിസ് കണ്ടെത്തുന്നവരാണ് ഡേറ്റ അനലിസ്റ്റ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ കാർ എടുക്കുകയാണ്. കാറിന്റെ ഡാഷ്ബോർഡ് നോക്കിയിട്ട് ഒരു ഡേറ്റ അനലിസ്റ്റ് ഇന്നലെ ഫ്യൂൽ കൺസപ്ഷൻ കൂടിയോ, എഞ്ചിന്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. എന്നാൽ ഡേറ്റ സയന്റിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് ഡേറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഡേറ്റ് പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഉദാഹരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാറിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിന്റെ ഇതുവരെയുള്ള ഡേറ്റ് നോക്കിയിട്ട് അടുത്ത 50 മൈൽസിൽ കാറിന്റെ എഞ്ചിൻ എത്രത്തോളം ഹീറ്റ് ആവാൻ പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കാറിന് അടുത്തൊരു 1000 കിലോമീറ്റർ എത്ര മൈലേജ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതിന്റെ സർവീസിൽ എന്തെങ്കിലും പാർട്സിന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഡേറ്റ സയന്റിസ്റ്റുകൾ പറയുന്നത്. സോ ഡേറ്റ സയന്റിസ്റ്റ് നമുക്കൊരു ഫോർച്യൂൺ ടെല്ലർ ഓഫ് ഡേറ്റ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഡേറ്റ സയൻസും ഡേറ്റ അനലിറ്റിക്സും നോക്കുകയാണെങ്കിൽ ഭാവിയിൽ ഭയങ്കരമായിട്ട് സ്കോപ്പ് ഉള്ളത് ഡേറ്റ സയന്റിസ്റ്റുകൾക്ക് തന്നെയാണ്. എന്നുണ്ടെങ്കിലും ഒരു നോൺ ടെക് ബാക്ക്ഗ്രൗണ്ടുകാർക്ക് പോലും എളുപ്പത്തിൽ പഠിച്ച് ജോബ് നേടാൻ പറ്റുന്ന മേഖലയാണ് ഡേറ്റ അനലിസ്റ്റ്. സോ നോൺ ടെക്കുകാർക്ക് ടെക്കിലോട്ട് കിടക്കുന്ന ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന മേഖല ഡേറ്റ അനലിസ്റ്റ് ആയിരിക്കും. കാരണം എക്സലും SQLും ടാബ്ലോയും പവർ ബി പോലത്തെ ടൂൾസ് ആണ് അതിന് കൂടുതലും എല്ലാ കമ്പനീസും ഉപയോഗിക്കുന്നത്. അതിന് ഒരുപാട് അവസരങ്ങളും വ്യത്യസ്ത മേഖലയിൽ ഇപ്പം HR-ലാണെന്നുണ്ടെങ്കിൽ, സെയിൽസിലാണെങ്കിലും, മാർക്കറ്റിംഗിലാണെങ്കിലും, റീറ്റെയിലാണെങ്കിലും, ഇ കൊമേഴ്സിന് എല്ലാ മേഖലയിലുള്ള വേക്കൻസീസും അവൈലബിൾ ആണ്. സോ ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. താങ്ക് യു.